കൃഷിയിടത്തിലേക്ക് തിരിച്ചുപോവുക പ്രധാനമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. പച്ചക്കറികളിലെ കീടനാശിനി പ്രയോഗം ജീവിതശൈലി രോഗങ്ങളിലേക്ക് നയിക്കുന്ന സാഹചര്യത്തിൽ കൃഷിയിടത്തിലേക്ക് തിരിച്ചു പോകേണ്ടത് അനിവാര്യമാണെന്ന് കൃഷിവകുപ്പ് മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. ഉള്ളൂർ കൃഷിഭവന്റെ നേതൃത്വത്തിൽ ചെഞ്ചേരിയിൽ ഒരുക്കിയ പപ്പായ കൃത്യത കൃഷി മാതൃകാ കൃഷിത്തോട്ടത്തിലെ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വിത്തുകളുടെ ശേഷി വികാസം ഏറ്റവും പ്രധാനമാണ്. ഇതിൽ കർഷകർ പറ്റിക്കപ്പെടുന്നില്ലെന്നും പൂർണ്ണതോതിൽ ഉൽപാദനം നടക്കുന്നുണ്ടെന്നും ഉറപ്പുവരുത്തുന്നതിന് പ്രത്യേക നടപടി തീർച്ചയായും ഉണ്ടാകും. ഫ്ളാറ്റുകളിലും മട്ടുപ്പാവുകളിലും ആവശ്യമായ കൃഷി ചെയ്യുന്നതിനുള്ള പദ്ധതി കൂടുതൽ ആകർഷണീയമാക്കുന്നതിനുള്ള നടപടികൾ വകുപ്പ് സ്വീകരിച്ചു വരുന്നുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. നഗരപ്രദേശങ്ങളിൽ കൃഷിഭവനുകളുടെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി തരിശു നിലങ്ങളെയും കൃഷിഭവന് കീഴിലുള്ള ഇടങ്ങളെയും മാപ്പിംഗ് ചെയ്യുന്നതിനുള്ള നടപടി ആരംഭിച്ചിട്ടുണ്ട്. മുൻ കൗൺസിലർ കൂടിയായ കർഷകൻ VS പത്മകുമാറിന്റെ ചെഞ്ചേരിയിലുള്ള 1 ഏക്കർ മാതൃകാ തോട്ടത്തിലാണ് പപ്പായ കൃഷി വിളവെടുപ്പ് നടത്തിയത്. അത്യുൽപാദന ശേഷിയുള്ള റെഡ് ലേഡി ഇനത്തിൽപ്പെട്ട പപ്പായയാണ് വിളവെടുത്തത്. കൃഷി തുടങ്ങി 7 മാസത്തിനുള്ളിൽ വിളവെടുപ്പ് നടന്നു. 3 വർഷത്തിനുള്ളിൽ 30 മെട്രിക് ടൺ പപ്പായ വിളവെടുക്കാമെന്നതാണ് കൃത്യത കൃഷിയുടെ പ്രത്യേകത. ഉള്ളൂർ മഹിഷാസുരമർദ്ദിനി ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ V മുരളീധരൻ MLA അധ്യക്ഷനായിരുന്നു. നഗരസഭ വിദ്യാഭ്യാസ കായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ചെമ്പഴന്തി ഉദയൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കരമന അജിത്, പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ദീപ V, ഉള്ളൂർ കൃഷിഭവൻ കൃഷി ഓഫീസർ C സ്വപ്ന, വാർഡ് കൗൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. മന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗത്തിലേക്ക് ഞാൻ ആദ്യം തന്നെ പത്മകുമാറിനെ ഈ സന്ദർഭത്തിൽ പ്രത്യേകം അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഉള്ളൂർ കൃഷിഭവൻ്റെ സർക്കാരിൻ്റെ സഹായത്തോടുകൂടി തീർത്തും ജൈവ രീതിയിൽ മനോഹരമായിട്ടുള്ള പപ്പായ കൃഷിക്ക് അദ്ദേഹം നേതൃത്വം കൊടുത്ത് ഇന്നതിൻ്റെ വിളവെടുപ്പാണ്. മറ്റ് ഭക്ഷ്യസുരക്ഷ, സ്വയം പര്യാപ്തത, നമ്മളൊക്കെ കടയിൽ പോയി പച്ചക്കറി വാങ്ങുമ്പോൾ 1 കിലോ പച്ചക്കറി വാങ്ങുമ്പോൾ നമ്മുടെ വീട്ടിലുള്ളതായ ഭാര്യയെയും ഭർത്താവിനെയും മക്കളെയും അമ്മയെയും അച്ഛനെയും ഒക്കെ അവർക്ക് ഒരു ചെറിയ അംശം കീടനാശിനിയും കൂടി കൊടുക്കുന്നവരാണ് നമ്മൾ. നമ്മൾ ജീവിതശൈലി രോഗങ്ങൾക്ക് വിധേയരാണ്. പരിഹരിക്കാനുള്ള ഏക മാർഗം സ്വന്തം ഇടത്തിൽ, അതൊരു പക്ഷേ 1 സെൻറ്റോ 2 സെൻറ്റോ ഭൂമിയായിരിക്കും, അല്ലെങ്കിൽ ഹോം സ്റ്റഡ് ആയിരിക്കും, വീടിൻ്റെ മട്ടുപ്പാവായിരിക്കും, എവിടെയാണോ അതിനാവശ്യമായിട്ടുള്ള കൃഷിയിടത്തിലേക്ക് തിരിച്ചു പോവുക എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ മാർഗം. നിർവാർച്ചയും സൂര്യവെളിച്ചവും ഉള്ളതായിരിക്കുന്ന സ്ഥലത്ത് മനോഹരമായി ഉണ്ടാക്കാൻ പറ്റുന്നതാണ് പപ്പായ കൃഷി. രക്തധമനികളിലെ കൊളസ്ട്രോൾ ഉൾപ്പെടെ, പ്ലേറ്റ്ലെറ്റ് കൗണ്ടുമായി ബന്ധപ്പെട്ട കാര്യം ഉൾപ്പെടെ ഏതൊക്കെ കാര്യത്തിന് പപ്പായ ഗുണപരമാണ് എന്ന് ഞാൻ പറയേണ്ടതില്ല. നിങ്ങളൊക്കെ പല സമയത്തും അതുമായി ബന്ധപ്പെട്ട മേഖലകളിലൂടെ വായിച്ചും അറിഞ്ഞും യാത്ര ചെയ്യുന്നവരാണ്. ഇവിടെ സീഡ് ഫാമിൻ്റെ കാര്യം പ്രത്യേകം എടുത്ത് പറയുകയുണ്ടായി. ആ കാര്യത്തിൽ പ്രത്യേകമായിട്ടുള്ള ഇടപെടലുണ്ടാകും എന്നുള്ളതും എടുത്തു പറയുന്നു. തരിശു നിലങ്ങളെയും കൃഷിവകുപ്പിന് കീഴിലുള്ള ഇടങ്ങളെയും മാപ്പ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ആ മാപ്പിംഗ് പൂർണ്ണമായാൽ ഇറിഗേഷൻ മിനിസ്റ്ററുമായി ചേർന്ന് അവിടത്തേക്ക് ഇറിഗേഷൻ സംവിധാനത്തെക്കുറിച്ചും ആലോചിക്കും. ആധുനിക വിജ്ഞാനങ്ങൾ ഉപയോഗിച്ച് കൃഷിയെ ഫലപ്രദമായി ഊട്ടിയുറപ്പിച്ച് നമ്മുടെ നാടിൻ്റെ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്താനും മലയാളികളുടെ ജീവനും ജീവിതവും കൂടുതൽ കാര്യക്ഷമമാക്കാനുമുള്ള നടപടികൾക്ക് സർക്കാർ കൂടെയുണ്ടാകും. ഒരുപാട് മിഷൻസ് നമ്മൾ എടുത്തിട്ടുണ്ട്. സ്കൂളുകളിൽ മുഴുവൻ കൃഷി ക്ലബ്ബുകൾ ആരംഭിക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ തുടക്കം നമ്മളെ കുറിച്ചിട്ടുണ്ട്. എല്ലാ സ്കൂളുകളിലേക്കും അത് സ്പ്രെഡ് ചെയ്യാൻ പോവുകയാണ്. അതിന് നോഡൽ ടീച്ചർ ഉണ്ടാകും, അതിന് ബാക്കപ്പ് കമ്മിറ്റി ഉണ്ടാകും. കൃഷി സഖി, ഹരിത സഖി എന്ന നാമധേയത്തിൽ ഈ പദ്ധതി 5 വർഷം നീണ്ടു നിൽക്കുന്ന പദ്ധതിയാണ്. അത് സഹോദരിമാർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക മിഷനാണ്. അതിനുവേണ്ടിയുള്ള ട്രെയിനിങ്ങും ഫീഡിങ്ങും ഉൾപ്പെടെ എല്ലാം നൽകാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്.